അമൃത്സറിൽ അമ്പലത്തിന് നേരെ ഗ്രനേഡ് ആക്രമണം. ബൈക്കിലെത്തിയ രണ്ടുപേരാണ് ഖണ്ഡേവാൾ ഏരിയയിലെ അമ്പലം ആക്രമിച്ചത്. ദൃശ്യങ്ങളിലേക്ക്. ഡൽഹിയിൽ നിന്ന് ശരത് ലാലാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശരത്, എപ്പോഴായിരുന്നു ഈ ഗ്രനേഡ് ആക്രമണം അമ്പലത്തിന് നേരെ ഉണ്ടായത്? പ്രതികളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? വിവരങ്ങൾ. ലക്ഷ്മി, ഇന്നലെ രാത്രി 12:38 കൂടിയാണ് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം അമ്പലത്തിന് നേരെ ഗ്രനേഡ് എറിഞ്ഞത്. വലിയൊരു സ്ഫോടനമുണ്ടായി എന്നതും ആർക്കും പരിക്കേറ്റില്ലെന്നാണ് അമൃത്സർ കമ്മീഷണർ പറയുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചോളം ഖലിസ്ഥാൻ വാദത്തിന് ശേഷം, സിഖ് തീവ്രവാദം അടിച്ചമർത്തപ്പെട്ട ശേഷം, അവസാനിച്ച ശേഷം ഇത് ആദ്യമായിട്ട് ഒരു അമ്പലത്തിനെതിരെ ഇത്തരത്തിലുള്ള ഒരു ബോംബാക്രമണം ഉണ്ടാകുന്നത്. ഏതായാലും അർദ്ധരാത്രി ആയതിനാൽ ആർക്കും പരിക്കേറ്റില്ല. അതേസമയം പൂജാരി മാത്രമായിരുന്നു അമ്പലത്തിൻ്റെ പുറത്തുള്ള ഔട്ട് ഹൗസിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു പരിക്കുമില്ല. എന്നാൽ ക്ഷേത്രത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ലക്ഷ്മി പത്മ ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ആഴ്ച BSFൻ്റെ ഔട്ട് പോസ്റ്റിന് ശേഷം ഇതുപോലെ ബോംബേറുണ്ടായിരുന്നു, ഗ്രനേഡ് ആക്രമണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ വളരെ കർക്കശമായും രീതിയിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളും പഞ്ചാബ് പോലീസും നിരീക്ഷിച്ചു വരുന്നത്. അതുപോലെ തന്നെ പഞ്ചാബ് പോലീസിൻ്റെ പ്രത്യേക സംഘം ഈ ആക്രമണം അന്വേഷിക്കുമെന്നും പഞ്ചാബ് DGP വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും അമൃത്സറിൽ ഇതിനെ തുടർന്ന് ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ലക്ഷ്മി പത്മ. ശരത് ലാലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.